അറിഞ്ഞുകൊണ്ടാണ് ബൈ പറഞ്ഞത്. ഓക്കെ, ഇന്ന് 2024 നവംബർ 17 ഞായറാഴ്ച. ഇന്ന് ഞാനാണെങ്കിൽ കുറച്ച് കാര്യം പറയാനായിട്ടാണ് വന്നത്. വലിയ സംഭവമൊന്നുമില്ല. എനിക്കാണെങ്കിൽ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡ്. അതെല്ലാം അങ്ങ് വിറ്റുപോയി. വിറ്റെടുത്തിട്ട് ഞാൻ പഠിക്കാൻ കൊണ്ടുപോയി. അന്നൊന്നും സ്വർണ്ണത്തിന് വിലയൊന്നും ഇല്ലെന്നേ. അപ്പം ഞാൻ വിറ്റിട്ട് ലക്ഷങ്ങൾ ചിലവാക്കി ഒത്തിരി പഠിച്ചു. ഓക്കെ, എന്നിട്ട് ഇപ്പം ആണെങ്കിൽ ഇന്ത്യയിൽ 1 ഗ്രാം 100 മില്ലിയുടെയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. കയ്യിലെങ്ങും ഒന്നും ഇല്ല. അതാ കൈ ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നുമില്ല. എനിക്ക് അണക്കേടൊന്നുമില്ല പറയാം. ഉണ്ടെന്ന് പറയും. ഇതാ കഴുത്തി ഇങ്ങനെ ഇരിക്കുന്ന, കഴുത്തിലൊന്നും ഒന്നുമില്ല. ഇത് കാണുമ്പോൾ എനിക്കത് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി തിന്നിൻ്റെ മാതാപിതാക്കൾക്ക് നല്ല സങ്കടം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവർ ഇതിനോട് ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറെ അനാവശ്യമൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഗോൾഡുകൾ വിറ്റ് ഞാൻ പഠിച്ചു. പിന്നെ കുറേ ദാനം കൊടുത്തു. ദാനവും ധർമ്മവും ഞാൻ മരിക്കുന്നിടം വരെയും ചെയ്തിട്ട് വിളിച്ചു പറയുന്നതല്ല. എന്നെ ആരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട. ഇപ്പം എൻ്റെ ഈ ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് വിറ്റും പണയം വെച്ചും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും മരിക്കുന്നിടം വരെ. ഓക്കെ, ഇപ്പോൾ അതൊന്നുമല്ല. എനിക്കത് കുറച്ച് ജ്വല്ലറിക്കാരെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്. അതുകൊണ്ട് പറയുക. അവർ പറഞ്ഞിട്ടല്ലേ. എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മളെ കൊല്ലത്തൊരു ഏവിയൻ ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയിലൊരു ജ്വല്ലറി അവർ എനിക്ക് കടം തരും സ്വർണം. ഇപ്പം ഞാൻ പോകാറില്ല. കാരണം ഇപ്പം നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മേടിക്കില്ല. തീർന്നു. അവിടുത്തെ കണക്ക് ക്ലോസ് ചെയ്തു. പിന്നീട് വേറൊരു ജ്വല്ലറി ഉണ്ട്, വൈശാലി ജ്വല്ലറി. അവിടുത്തെ ആ ചേട്ടനും അവർ ആന്ധ്രക്കാരൻ കണ്ടാണെന്ന് തോന്നുന്നു. ആന്ധ്രയാണ്, മഹാരാഷ്ട്ര അവരാ. മറ്റൊരു തമിഴ്നാട്. അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇവിടുത്തെ മലയാളികളുടെ ജ്വല്ലറിയിൽ എനിക്ക് കടം തരാറില്ല. ഞാൻ മേടിക്കാറുമില്ല. തരത്തില്ലെന്ന് എനിക്കറിയാം. അവരുടെ ഇടയിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ പോകുന്നത് എന്നെ സഹായിച്ചിട്ടുള്ളവർ. എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ കമ്മല കാണത്തില്ല, ചിലപ്പോൾ മാല കാണത്തില്ല. അപ്പോൾ എനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ് ഏവിയൻ ജ്വല്ലറി കൊല്ലവും വൈശാലി ജ്വല്ലറി ചന്ദനത്തോപ്പും. അപ്പോൾ എന്നെ വന്ന് തിരക്കിയതല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്തോ അവരുടെയൊക്കെ എന്നെ കണ്ടപ്പോൾ ഒരു സിമ്പതി എങ്ങാണ്ട് തോന്നി. അവരെനിക്ക് തന്നതാണ്, അല്ലാതെ അവരുമായിട്ട് മുൻപരിചയം ഇല്ല എനിക്ക്. ഓക്കെ, അപ്പം ഞാൻ അവർ തന്ന ഗിഫ്റ്റൊക്കെ, അവർ മാത്രമല്ല കാശ് കൊടുത്ത് മേടിക്കുന്നവരുടെ ജ്വല്ലറിയുടെ കാര്യം കൂടെ പറയാം. അവരും കൂടെ തന്ന ഗിഫ്റ്റുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ വൈശാലി ജ്വല്ലറിക്കാർ തന്നെ തന്നതാണ്. വൈശാലി ജ്വല്ലറിയിൽ ഇനി 2450 രൂപ ഞാൻ കൊടുക്കാനുണ്ട്. ഇതുണ്ടോ, ഒരുപാടുണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട് കേട്ടോ. ഈ മേടിക്കുന്നൊന്നും എൻ്റെ ഇല്ലെങ്ങും ഇല്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് ദിവസം ഇട്ട് കൊതിയിരുമ്പം വിറ്റ് ഞാനങ്ങ് ദാനവും ധർമ്മവും കൊടുക്കും. പിന്നീട് ഇതാണ് നമ്മുടെ ഉദയൻ ജ്വല്ലറി. അവിടെ കാശ് കൊടുക്കാതെ ഓടിക്കും അവർ കേട്ടോ, കടമൊന്നും തരില്ല. പിന്നീട് ഇത് ചിന്നൂസ് ജ്വല്ലറി, പേഴ്സ്, ഒരുപാട് ഗിഫ്റ്റ് എനിക്ക് ഇച്ചിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒത്തിരി തന്നിട്ടുണ്ട്. വൈശാലി എൻ്റെ ഫാദറിന് കൊടുക്കാനൊരു പേഴ്സ്. പിന്നെ എനിക്ക് ചിന്നൂസ് ജ്വല്ലറി നല്ല ബാഗാണ് കണ്ടോ, കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മളെ ഉദയൻ ജ്വല്ലറി ചന്ദനത്തോപ്പിലെ നല്ല റെക്സിനാണിത്. നല്ല പേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു 10ഓളം പേഴ്സുണ്ട്. പക്ഷേ സ്വർണ്ണമില്ല. അവർക്ക് തന്നെ അറിയാം. അവർക്ക് തന്നെ വിറ്റ് കാശ് മേടിച്ച് ദാനം ചെയ്തു. പിന്നെ ഞാൻ അവരുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. കാര്യം പറയും. നമ്മൾ മേടിച്ച സാധനം പെട്ടെന്ന് വിൽക്കാൻ വരുമ്പോൾ അവർ ചോദിക്കും ഇതെന്തായിരിക്കും. അയ്യോ, ഇത് കണ്ടോ, ഇത് നമ്മുടെ ചിന്നൂസ് ജ്വല്ലറിയില്ലേ, അവരൊക്കെ ഓടിക്കുക. ഒരു കടമൊന്നും തരില്ല. ഇവിടെയൊക്കെ സ്വർണ്ണ ചിട്ടിയുണ്ട്. നമ്മൾ ഒരു 250 500 കൊടുക്കുകയോ 1 ലക്ഷം കൊടുക്കുകയോ ഒക്കെ ചെയ്ത് ചിട്ടിയെടുക്കാം. ഓക്കെ, പിന്നീടുള്ള കോംപ്ലിമെൻ്റ്